വചനാമൃതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് MK പോക്കർ സുല്ലമ്മി. അധ്യയന വർഷത്തിന്റെ അവസാനമായതോടെ കേരളത്തിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പരീക്ഷയെ അഭിമുഖീകരിക്കാൻ ഒരുങ്ങുകയാണ്. വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരണം പഠനത്തെക്കുറിച്ചുള്ള സങ്കല്പത്തിൽ തന്നെ മാറ്റം വരുത്തിയിരിക്കുന്നു. പഠനമെന്നത് അറിവിൻ്റെ നിർമ്മാണമായി പരിണമിച്ചിരിക്കുന്നു. ഈ പ്രക്രിയ സുഗമമായും കാര്യക്ഷമമായും നടക്കുമ്പോൾ മാത്രമേ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ. സമ്പൂർണ്ണ വ്യക്തി എന്ന നിലയിലേക്കുള്ള വളർച്ചയാണ് വിദ്യാഭ്യാസത്തിലൂടെ സാധ്യമാകുന്നത്. മാതാപിതാക്കൾ കുട്ടികളെ ചേർത്ത് പിടിച്ചും വാത്സല്യത്തോടെ തലോടിയും സ്നേഹത്തോടെ സ്പർശിച്ചും ബന്ധങ്ങൾ ഹൃദ്യവും ഊഷ്മളവുമാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരീക്ഷയിൽ മാത്രമല്ല, ജീവിതത്തിലും A+ നേടാൻ ഓരോ വിദ്യാർത്ഥിയെയും പ്രാപ്തമാക്കുകയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. സ്കൂളുകൾ തുറക്കുമ്പോൾ ചിട്ടയായി പഠിക്കുന്നവർക്ക് പരീക്ഷ ഒരു പ്രശ്നമേ അല്ല, മറിച്ച് ഒരു ചങ്ങാതിയാണ്. നമ്മൾ എന്തൊക്കെ പഠിച്ചു, എത്ര പഠിച്ചു എന്ന് ചോദിച്ചറിയുന്ന ഒരു നല്ല ചങ്ങാതി. അതുകൊണ്ട് ആ ചങ്ങാതിയെ നമ്മൾ വെറുക്കേണ്ട കാര്യമില്ല. ഓരോ പരീക്ഷയും ഓരോ പരീക്ഷണമാണ്, ഓരോ അവസരമാണ്. ഓരോ പരീക്ഷയെ അഭിമുഖീകരിക്കുമ്പോഴും അതിനെ നേരിടാനും കീഴടക്കാനും വിജയിക്കാനുമുള്ള കഴിവ് നമ്മൾ നേടുകയാണ്. അതിലും വലിയ ജീവിത പരീക്ഷയെ നേരിടാനുള്ള കരുത്ത് നേടുകയാണ്. അപ്പോൾ പരീക്ഷ വളരാനും വിജയിക്കാനുമുള്ള വഴിയൊരുക്കി തരികയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. എല്ലാ കുട്ടികൾക്കും പഠിക്കാനുള്ള കഴിവുകളുണ്ട്. എന്നാൽ അധ്വാനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഏറ്റക്കുറച്ചിലുകൾ പഠന പുരോഗതിയിലും വിജയത്തിലും ഏറ്റക്കുറവുകൾക്ക് കാരണമാകാറുണ്ട് എന്ന് മാത്രം. വായന രാവിലെ 5:30 മുതലും രാത്രി 7 മണി മുതലും എന്ന് ചിട്ടപ്പെടുത്തുന്നത് നന്നായിരിക്കും. പാദവാർഷികം, അർദ്ധവാർഷികം എന്നിവയെല്ലാം വാർഷിക പരീക്ഷയിൽ മുന്നേറാനുള്ള ചവിട്ടുപടിയായി മാത്രം കണക്കാക്കണം. ഈ സമയത്ത് ഹൃദയമിടിപ്പും ആശങ്കയും ഉണ്ടാകാറുണ്ട്. എന്നാൽ ദിവസേന കൃത്യനിഷ്ഠയോടെ പഠിക്കുന്നവർക്ക് പരീക്ഷയെ ആത്മവിശ്വാസത്തോടെയും ശുഭപ്രതീക്ഷയോടെയും നേരിടാൻ കഴിയുമെന്ന് ഉറപ്പാണ്. നേരം വൈകിയുള്ള ഉറക്കം, രാവിലെ വൈകി ഉണരൽ, പ്രഭാത ഭക്ഷണം ഉപേക്ഷിക്കൽ, പഞ്ചസാരയുടെ അമിതമായ ഉപയോഗം, മൂത്രം പിടിച്ചുവെക്കൽ, ടിവിയോ കമ്പ്യൂട്ടറോ മൊബൈലോ ശ്രദ്ധിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കൽ തുടങ്ങിയവ തലച്ചോറിനെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണെന്ന് വിവിധ പഠനങ്ങൾ തെളിയിച്ച വസ്തുതയാണ്. ഇത്തരം കാര്യങ്ങളിൽ നാം അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കുട്ടികൾക്ക് ഏറ്റവും നല്ല സഹായിയും കൗൺസിലറും സുഹൃത്തുമാവേണ്ടത് രക്ഷിതാക്കൾ തന്നെയാണ്. മക്കളെ താരതമ്യം ചെയ്യുന്ന രീതി ഒരിക്കലും അനുവർത്തിക്കരുത്. ഓരോരുത്തരും വ്യത്യസ്ത കഴിവും ദൗത്യവുമായാണ് ഭൂമിയിൽ പിറന്നു വീഴുന്നത്. അവരുടെ സവിശേഷമായ കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുകയാണ് അഭികാമ്യം. വിദ്യാഭ്യാസം ജീവിത പരിശീലനമാണ്. ബുദ്ധിയുടെ വളർച്ചയും മനസ്സിൻ്റെ വികാസവും വ്യക്തിത്വ രൂപകൽപ്പന പ്രക്രിയയുമാണത്. മികവിൻ്റെ കേന്ദ്രങ്ങളാവേണ്ട നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ കുട്ടികളുടെ സർവ്വതോന്മുഖമായ കഴിവുകളെ കണ്ടെത്താനും അവയെ വികസിപ്പിക്കാനുമുള്ള സർഗാത്മക കേന്ദ്രങ്ങളാകണം. നല്ല വിദ്യാഭ്യാസം അക്കാദമിക യോഗ്യതകൾക്കപ്പുറം കുട്ടികളുടെ മാനസികവും സാൻമാർഗികവുമായ സ്വഭാവ രൂപവൽക്കരണവും കൂടി ലക്ഷ്യം വെക്കുന്നുണ്ട്. പുതുതലമുറയെ കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും മുതൽക്കൂട്ടാവുന്ന ഉത്തമ പൗരന്മാരും രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാക്കുന്നവരുമായി വളർത്തിയെടുക്കേണ്ടതുണ്ട്. ആരെങ്കിലും അറിവ് തേടി പുറപ്പെട്ടാൽ അവന് ദൈവം സ്വർഗത്തിലേക്കുള്ള വഴികൾ എളുപ്പമാക്കുമെന്നുള്ള പ്രവാചക വചനം നമുക്ക് പ്രചോദനമാവട്ടെ. എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. MK പോക്കർ സുല്ലമ്മി തയ്യാറാക്കി അവതരിപ്പിച്ച